പേരാവൂരിൽ കെപിസിസി പ്രസിഡന്റ് സണ്ണി ജോസഫിനെ തോൽപ്പിച്ച് കെ ശൈലജ അട്ടിമറി വിജയം നേടുമെന്ന് സിപിഎം വിലയിരുത്തൽ. 3000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മണ്ഡലം കമ്മിറ്റി പ്രതീക്ഷിക്കുന്നത്. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ വിജയിക്കുമെന്ന ആശങ്ക പാർട്ടിക്കുണ്ട്. നേമത്ത് വി ശിവൻകുട്ടിയുടെ വിജയം സിപിഎം ജില്ലാ നേതൃത്വം ഉറപ്പിക്കുന്നില്ല. LDF കൺവീനർ ടി പി രാമകൃഷ്ണന്റെ പേരാമ്പ്ര സീറ്റിൽ ഫാത്തിമ തഹലി വിജയിക്കുമോ എന്ന സംശയം നേതൃത്വത്തിനുണ്ട്. കൂട്ടിയും കുറച്ചും തിരിച്ചും മറിച്ചും എത്ര കണക്ക് കൂട്ടിയിട്ടും വോട്ടർമാരുടെ മനസ്സ് അപ്പാടെ മനസ്സിലാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടില്ല. എങ്കിലും ബൂത്ത് തലത്തിൽ നിന്ന് ലഭിക്കുന്ന കണക്ക് വിശ്വസിച്ച് വിലയിരുത്തലുകളിലേക്ക് പോവുകയാണ് മുന്നണികൾ. പേരാവൂരിൽ കെ ശൈലജയുടെ അപ്രതീക്ഷിത വിജയം CPIM കണക്ക് കൂട്ടുന്നുണ്ട്. 5000 വോട്ട് പാർട്ടിക്ക് അതീതമായി കിട്ടിയാൽ 3000 വോട്ടിന് ശൈലജ വിജയിക്കുമെന്നാണ് പ്രതീക്ഷ. അമ്പലപ്പുഴയിൽ ജി സുധാകരൻ വിജയിക്കുമോ എന്ന ആശങ്ക ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിനുള്ളപ്പോൾ നേമത്ത് വി ശിവൻകുട്ടിക്ക് കാലിടറുമോ എന്ന പേടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും പ്രകടിപ്പിക്കുന്നു. എല്ലാ കാലത്തും ഒപ്പം നിന്ന കോഴിക്കോട് ജില്ല കൈവിടുമോ എന്ന സംശയത്തിലാണ് കോഴിക്കോട്ടെ നേതാക്കൾ. അനൗൺസ്മെന്റ് വിവാദത്തോടെ കേരളം ചർച്ച ചെയ്ത പേരാമ്പ്ര CPIMന്റെ ഉറച്ച വിജയസാധ്യതയുള്ള പട്ടികയിൽ ഇല്ല എന്നത് ശ്രദ്ധേയമാണ്. കുന്നമംഗലം, കുറ്റ്യാടി, കൊയിലാണ്ടി, നാദാപുരം സീറ്റുകളും LDF ഉറപ്പിക്കുന്നില്ല. CPI പ്രതീക്ഷ വളരെ പോസിറ്റീവാണ്. മാത്രമല്ല LDF ആകെ തന്നെ തികഞ്ഞ പ്രതീക്ഷയോടെയാണ് ഫലം കാത്തിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾക്ക് ഉറപ്പാണ്, ജനങ്ങൾ LDFന്റെ 3ാം ഊഴം ഉറപ്പാക്കിയിട്ടുണ്ട്. മലപ്പുറത്തെ മങ്കടയിൽ മുൻ ലീഗ് മണ്ഡലം പ്രസിഡന്റായ LDF സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദിലൂടെ അപ്രതീക്ഷിത വിജയം പ്രതീക്ഷിക്കുന്നുണ്ട് മലപ്പുറം ജില്ലാ നേതൃത്വം. റഹീസ് റഷീദ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.